നമസ്കാരം. 40 ദിവസം മുമ്പായിരുന്നു ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷ്യം സാധിച്ചു മടങ്ങും എന്നായിരുന്നു അവരുടെ ചിന്ത. ഇതിനു മുൻപ് ഒന്നിലധികം തവണ ട്രയൽ റൺ എന്ന നിലയിൽ ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഒരൊറ്റ ദിവസം ചെന്ന് കുറച്ച് ബോംബിട്ടിട്ട് പോരുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. ഈ ബോംബിനോട് ഇറാൻ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇസ്രായേലിനുള്ളിലേക്ക് പോലും ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇറാനും ചെയ്തില്ല. അങ്ങോട്ടൊന്നടിക്കുന്നു, ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നു, തീരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഒരിക്കലും അമേരിക്കയോ ഇസ്രായേലോ ചിന്തിച്ചില്ല ഈ യുദ്ധം ഇത്രയും ദിവസം നീണ്ടു നിൽക്കുമെന്ന്. ഈ യുദ്ധം നിലനിർത്താൻ ഇറാൻ എടുത്ത ഏറ്റവും വലിയ തന്ത്രം അമേരിക്കയുടെ സഖ്യകക്ഷികളെ പോലെ പെരുമാറുന്ന, അമേരിക്കയുടെ സുരക്ഷയിൽ മുമ്പോട്ട് പോകുന്ന GCC രാജ്യങ്ങളെ ആക്രമിക്കുകയായിരുന്നു. അവരെ പ്രതിസന്ധിയിലാക്കുക, വിമാന ഗതാഗതം മുഴുവൻ അവസാനിപ്പിക്കുക, ഈ GCC രാജ്യങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിക്കുക എന്നതായിരുന്നു. അതിൽ ഇറാൻ വിജയിച്ചു. അതിനൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് അവർ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ 3 കണക്കുകൂട്ടലുകളാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും തെറ്റുന്നത്. ഒന്ന്, അവർ ഉദ്ദേശിച്ചതുപോലെ ഒരാഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇസ്രായേലിന് കൃത്യമായ ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായിരുന്നു. ഇറാന്റെ ഏതാണ്ട് 48ഓളം നേതാക്കളെ ആദ്യ ദിനം തന്നെ വധിച്ചു, സുപ്രീം ലീഡർ അടക്കം. അതുകൊണ്ട് തന്നെ അധിക ദിവസം നീണ്ടു നിൽക്കില്ല എന്ന് കരുതിയെങ്കിലും അവരുടെ കണക്കുകൂട്ടൽ തെറ്റി. രണ്ടാമത്, എണ്ണ പ്രതിസന്ധി രൂപപ്പെട്ടു. കാരണം ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ കഴിയാതെ വന്നു. മൂന്നാമത്, അയൽ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വസിച്ച് സൈന്യത്തിന് താവളമൊരുക്കിയ GCC രാജ്യങ്ങൾ പ്രതിസന്ധിയിലായി. ഇവിടെയാണ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ കുടുങ്ങുന്നത്. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതിയാവും. അതിനുവേണ്ടി ഭീഷണിപ്പെടുത്തലും മുന്നറിയിപ്പും ഒക്കെ നടന്നില്ല. ഒടുവിൽ ഏകപക്ഷീയമായി ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതും ചീറ്റിപ്പോയി. അതിനൊടുവിലാണ് എന്നാൽ എന്തുമാവട്ടെ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്ന് പറയേണ്ട സാഹചര്യം സൃഷ്ടിച്ചതും പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രം വഴി ഇറാനോട് അവരുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ പറഞ്ഞതും. ഇറാൻ മുമ്പോട്ട് വെച്ച 10 ആവശ്യങ്ങൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഞെട്ടി. ഇസ്രായേൽ ആദ്യം തന്നെ പറഞ്ഞു നോ, 10ൽ 1 വേണമെങ്കിൽ ആലോചിക്കാം. അതായത് ആദ്യത്തേത് ആക്രമിക്കരുതേ എന്നത് നിർത്താം, പക്ഷെ ബാക്കി 9 സമ്മതിക്കാൻ പറ്റില്ല. ഇവിടെയാണ് ട്രംപ് എങ്ങനെയെങ്കിലും ചർച്ചയ്ക്കൊരു സാഹചര്യം ഒരുക്കിയപ്പോൾ നോ പറഞ്ഞ് കുളമാക്കണ്ട എന്ന് കരുതി ട്രംപ് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പക്ഷെ ഇസ്രായേലിന് അപകടം മണത്തു. ട്രംപ് ഇതിന് വഴങ്ങിക്കഴിഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് ഇസ്രായേലിനറിയാം. GCC രാജ്യങ്ങൾ ഭയപ്പെട്ടു പോയി. ട്രംപ് പിന്മാറിയാൽ പിന്നെ തങ്ങൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവും. ഒരേ സമയം ഇസ്രായേലിനെയും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ഇറാൻ വിഴുങ്ങുന്ന തരത്തിലുള്ള കരാറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ട്രംപിനെ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, കാരണം അമേരിക്ക നേരിട്ട് ബാധിക്കില്ല. അമേരിക്കയുടെ അധീശത്വത്തിന് തകരാറ് പറ്റും, അമേരിക്ക ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ ആത്മവിശ്വാസം പോകും എന്നതൊക്കെ ആണെങ്കിലും അമേരിക്കക്കാരെയോ അമേരിക്ക എന്ന രാജ്യത്തെയോ നേരിട്ട് ബാധിക്കില്ല. അതുകൊണ്ട് ട്രംപ് ഇതിനൊക്കെ വഴങ്ങും എന്ന സാഹചര്യം രൂപപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് കടും കൈയുമായി ഇസ്രായേൽ രംഗത്തിറങ്ങുന്നത്. സമാധാനത്തിന്റെ നീക്കം ആരംഭിച്ച തൊട്ടു പിന്നാലെ ഇസ്രായേൽ ലെബനോനിൽ ആക്രമണം ശക്തമാക്കി. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ബുധനും വ്യാഴവുമായി ഏതാണ്ട് 300-ലധികം പേരെയാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത്. വാസ്തവത്തിൽ ട്രംപിന്റെ സമാധാന നീക്കം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ്. ഈ സമാധാന നീക്കം ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ആവശ്യങ്ങൾ. ഒന്ന്, ഹിസ്ബുള്ള അടക്കമുള്ള ഭീകര സംഘടനകളെ ആക്രമിക്കാൻ പാടില്ല എന്നതാണ്. അത് ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഹിസ്ബുള്ളയെ വെറുതെ വിട്ടാൽ ഇസ്രായേൽ ബാക്കിയുണ്ടാവില്ല. രണ്ടാമത്തേത്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയുടെ സൈനിക താവളം മാറ്റണമെന്നതാണ്. മൂന്നാമത്തേത്, യുറേനിയം സമ്പുഷ്ടീകരണം അംഗീകരിക്കണമെന്നതാണ്. ഇത് 3ഉം ഒരു കാരണവശാലും ഇസ്രായേലിന് സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമാധാന ചർച്ചകൾ ഇല്ലാതാവട്ടെ എന്ന് കരുതി തന്നെയാണ് ഇസ്രായേൽ ബോംബിട്ടത്. ഇത് ഇറാനെ പ്രകോപിപ്പിച്ചു, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നല്ലാതെ അതൊന്നും നിലവിൽ വന്നിട്ടില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആദ്യ 2 ദിവസങ്ങളിലും യുദ്ധം മുമ്പോട്ട് പോയി. അതിന്റെ തോത് കുറച്ചുവെങ്കിലും, അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തോത് കുറച്ചു, എന്നാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് തോത് കുറച്ചില്ല. മാത്രമല്ല, ഇന്നലെ ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിച്ചു. അതായത് ആക്രമണം അതിന്റെ വഴിക്ക് തുടരുന്നു. ഇറാൻ സൗദിക്ക് നേരെയും കുവൈറ്റിന് നേരെയും ഇന്നലെയും ആക്രമണം നടത്തി. അതായത് യുദ്ധം അവസാനിച്ചു എന്ന് പേപ്പറിൽ മാത്രമേ ഉള്ളൂ, ട്രംപിന്റെ അവകാശവാദം മാത്രമേ ഉള്ളൂ. യുദ്ധം യഥാർത്ഥത്തിൽ അവസാനിച്ചിട്ടില്ല. വെടിനിർത്തൽ ആരംഭിച്ചിട്ട് വേണമല്ലോ ചീറ്റി എന്ന് പറയാൻ. വെടിനിർത്തൽ ആരംഭിച്ചിട്ടേയില്ല. എന്നാൽ ട്രംപ് യുദ്ധം വിജയിച്ചു എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ യുദ്ധം വിജയിച്ചിരിക്കുന്നു, ഇറാനിനി അണുബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപ് കൈയൊഴിയാൻ ശ്രമിക്കുകയാണ്. ഇതിനെ പുച്ഛിച്ചു തള്ളുകയാണ് ഇറാൻ.
ഇറാൻ പറഞ്ഞു, ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന 10 കണ്ടീഷൻസ് അംഗീകരിച്ചാൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്. ആ 10 കണ്ടീഷൻ അംഗീകരിച്ചാൽ പിന്നെ ഇസ്രായേലോ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോ ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള ചർച്ചകളെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞാണ് ട്രംപ് തലയൂരിയത്. പക്ഷെ ചർച്ചകൾ പോലും നടക്കുന്ന സാഹചര്യമില്ല. JD വാൻസിനെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചകൾ ശരിയല്ല എന്ന് ആദ്യം തന്നെ പറയുന്നു. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഹിസ്ബുള്ള ഈ കരാറിന്റെ ഭാഗമല്ല, ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആക്രമണം തുടർന്നതോടെ ഇറാൻ പ്രകോപിതരായി. ഇതോടെ ട്രംപ് ആപ്പിലായി. ട്രംപ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പണി ചെയ്യരുത്, നിങ്ങൾ ദയവായി യുദ്ധം അവസാനിപ്പിക്കും, നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സഹികെട്ട് ട്രംപിന്റെ വിരട്ടലിൽ ആശങ്കപ്പെട്ട് ഇന്നലെ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തൽക്കാലത്തേക്ക് വെടിനിർത്താം, ആത്യന്തികമായി വെടിനിർത്തലല്ല, ഞങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം എന്ന് നെതന്യാഹുവിന് സമ്മതിക്കേണ്ടി വന്നു. അതിനുവേണ്ടി ലെബനനും ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്താം, ഞങ്ങൾക്ക് പാകിസ്ഥാനെ വിശ്വാസമില്ല, ഞങ്ങളുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ മധ്യസ്ഥത ആവശ്യമില്ല, ലെബനോനുമായി ഞങ്ങൾ നേരിട്ട് ചർച്ച നടത്താം എന്ന് പറഞ്ഞ് വെടിനിർത്താൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാത്ത ഒരു ധാരണയ്ക്കും തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഹിസ്ബുള്ളയെ വാഴാൻ അനുവദിച്ചാൽ, ഇറാന്റെ മുമ്പിൽ തോറ്റു പിന്മാറിയാൽ കളി മാറുമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വഷളായിരിക്കുന്നു, അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കൂടുതൽ ദോഷമുണ്ടാക്കിയിരിക്കുന്നു. നോക്കൂ, യുദ്ധം ആരംഭിച്ചതിന് ശേഷം ട്രംപിന്റെ ഏറ്റവും സൗമ്യമായ ഭാഷയിലുള്ള പ്രതികരണം ഇന്നലെയായിരുന്നു. ട്രംപ് പൊട്ടിത്തെറിച്ചതും ബഹളം വെച്ചതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ നെതന്യാഹുവിനോടാണ്. ഈ ശത്രുക്കളോടുള്ള ട്രംപിന്റെ സമീപനം അടിമുടി മാറി. ട്രംപ് ഇന്നലെ ഇറാനോട് പറഞ്ഞത് എത്ര സൗമ്യമായ ഭാഷയിലാണ്, നിങ്ങളുടെ പാലം തകർക്കും, നിങ്ങളുടെ പവർ പ്ലാന്റുകൾ തകർക്കും, ഇറാനിൽ നരകമുണ്ടാക്കും, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇറാനിയൻ സിവിലൈസേഷനെ തച്ചുടയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊടുന്ന ട്രംപ് ഇന്നലെ അതിദയനീയമായി ഇറാനോട് പറയുകയാണ്, ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ചെയ്യുന്നത് ശരിയല്ല, മോശമാണ്, നമ്മൾ തമ്മിലുള്ള ധാരണ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ദയവായി നിങ്ങൾ കടലിടുക്ക് തുറക്കൂ പ്ലീസ് എന്ന് ട്രംപിന് പറയേണ്ടി വരുന്നു. കാരണം ഹോർമുസ് കടലിടുക്ക് അവർ തുറന്നില്ല. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് $2 മില്യൺ ഒരു കപ്പലിന് അച്ചാരമാണ്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ നിയന്ത്രണവും സ്വാധീനവും ഉണ്ടെങ്കിലേ തങ്ങൾ ഇത് തുറക്കൂ എന്ന് ഇറാൻ പറയുന്നു. നേരത്തെ സുഗമമായി പോയിക്കൊണ്ടിരുന്നതാ, ആർക്കും ഫീസ് കൊടുക്കാതെ. ഇപ്പോൾ ഇറാൻ പറയുന്നു ഫീസ് വേണമെന്ന്. ട്രംപ് പറഞ്ഞത് ഞാൻ ഇപ്പൊ അത് ചെയ്യും, ബോംബ് വെക്കും, മൈൻ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ട്രംപ് പറയും ദയവായി തുറന്നു തരൂ, നമ്മൾ തമ്മിൽ ധാരണയല്ലേ, ചർച്ചയല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ട്രംപിന് ഇറാന്റെ കാല് പിടിക്കേണ്ടി വരുന്നു. ട്രംപ് ഇത്രയും സൗമ്യമായ ഭാഷയിൽ സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടില്ല. ട്രംപ് ഇന്നലെ വാൾസ്ട്രീറ്റ് ജേർണലിനെ കുറെ ചീത്തയൊക്കെ വിളിച്ചെങ്കിലും യുദ്ധം വിജയിച്ചു എന്ന് അവകാശപ്പെട്ടെങ്കിലും ട്രംപിന് തന്നെ അറിയാം ഇതൊരു വിജയമൊന്നുമല്ല എന്ന്, ഇതൊരു പിന്മാറ്റമാണ് എന്നറിയാം. ഇത് അമേരിക്കൻ ജനതയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ റേറ്റിംഗ് ട്രംപ് ചുമതലയേറ്റതിനു ശേഷം ഏറ്റവും താഴേക്ക് പോയിരിക്കുന്നു. ഇത് ട്രംപ് അമേരിക്കയെ കുഴപ്പത്തിൽ ചാടിച്ചു എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ ആവട്ടെ യുദ്ധം വിജയിച്ച പ്രതീതിയിലാണ്. ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ അയത്തുള്ള അലി ഖൊമനായി അടക്കം 40ഓളം പേരെ വധിച്ചിരുന്നു. ഖൊമനായിക്ക് അർഹമായ ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. അതിനുവേണ്ടി തുനിഞ്ഞാൽ ആൾക്കൂട്ടത്തിന് നേരെ ബോംബാക്രമണം ഉണ്ടായേക്കുമെന്ന് ഭയന്നിരുന്നു. എന്നാൽ 40 ദിവസത്തെ ദുഃഖാചരണം കഴിഞ്ഞ് ഇന്നലെ ഖൊമനായിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും യുദ്ധവിജയം പ്രഖ്യാപിക്കാനുമായി ടെഹ്റാൻ നഗരത്തിൽ പടുകൂറ്റൻ റാലി നടന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ടെഹ്റാൻ നഗരത്തിലേക്ക് എത്തിയത്. യുദ്ധവിജയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അവരുടെ റാലിയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ അടക്കമുള്ളവർ പങ്കെടുത്തു. വലിയ സൈനിക പരേഡ് പോലെയായിരുന്നു ഇന്നലത്തെ വിജയാഹ്ലാദ പ്രകടനം, വിക്ടറി പരേഡ്. ഈ വിക്ടറി പരേഡിന് നേരെ ഇസ്രായേലോ അമേരിക്ക ആക്രമണം നടത്തിയില്ല. ഇറാന്റെ നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാവുകയും ആ ജനക്കൂട്ടത്തിന് നടുവിൽ സൈനിക തലവന്മാരും ഇറാൻ പ്രസിഡന്റും അടക്കമുള്ളവർ എത്തിയിട്ടും ഇസ്രായേൽ ഒന്നും ചെയ്തില്ല. ചെയ്യാൻ കഴിയുന്ന സാഹചര്യമല്ല. അതായത് ഇറാൻ ശക്തിപ്പെട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നു. അവർ വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നു, വിക്ടറി പരേഡ് നടത്തുന്നു. അമേരിക്കയ്ക്ക് വാക്കുകൊണ്ട് മാത്രം വിക്ടറി അവകാശപ്പെടാൻ കഴിയുന്നു. ഇതൊരു പ്രതിസന്ധിയാണ്. ഈ സാഹചര്യം അമേരിക്കയ്ക്കോ ലോകത്തിനോ നല്ലതല്ല. ഇറാൻ വിജയിക്കുന്നതും ഇറാൻ മുന്നേറുന്നതും ജനാധിപത്യത്തിന് ഭീഷണിയാണ്. എന്ന് മാത്രമല്ല ഇറാന്റെ മുന്നേറ്റം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വലിയ കടന്നുകയറ്റത്തിന് കാരണമാകും. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. യുറേനിയൻ സമ്പുഷ്ടീകരണം പോലും അംഗീകരിക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അതേക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് ട്രംപ് പറഞ്ഞത്. യുറാനിയൻ സമ്പുഷ്ടീകരണത്തിന്റെ പേരിലാണ് യുദ്ധം പ്രഖ്യാപിച്ചതും ഇസ്രായേൽ അസ്വസ്ഥപ്പെട്ടതും. പക്ഷേ അതിനുപോലും അനുമതി കൊടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇസ്രായേൽ പിന്നെ ഭൂമുഖത്ത് ബാക്കിയുണ്ടാവുമോ? ഇസ്രായേലിനെ 2040 ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചാണ് ഇറാൻ മുമ്പോട്ട് പോകുന്നത്. അതിന് തടയിടാൻ കഴിയാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ, പിന്മാറിയാൽ
ഇസ്രായേലിന്റെ അവസ്ഥ എന്താവും? ഇസ്രായേൽ മാത്രമല്ല, സുന്നി ഇസ്ലാം ശരിയല്ല എന്നാണ് ഇറാന്റെ വിശ്വാസം. പ്രവാചകന്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാർ ഷിയ മുസ്ലിം സെക്ടാണ്. അതുകൊണ്ട് ലോകത്ത് പടരേണ്ടതും വളരേണ്ടതും ഷിയ മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ സുന്നികളുടെ നിയന്ത്രണത്തിലുള്ള മെക്ക പിടിച്ചെടുക്കുക എന്നത് ഇറാന്റെ സ്വപ്നമാണ്. ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നതുപോലെ തന്നെ മെക്ക പിടിച്ചെടുക്കുക, അതായത് സൗദി പിടിച്ചെടുക്കുക അവരുടെ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യങ്ങളൊക്കെ വിജയിക്കുന്ന തരത്തിൽ ഇസ്രായേൽ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ ആഹ്ലാദിക്കുന്നവരുണ്ടാവും നമ്മുടെ നാട്ടിൽ. പക്ഷെ അതേ ഇറാൻ തന്നെ ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോടെ കാണുന്നത് മെക്ക പിടിച്ചെടുക്കുക എന്നതാണ്. അതായത് സുന്നി മതം ഇല്ലാതാക്കുക, സുന്നി വിശ്വാസത്തെ ഷിയയിലേക്ക് മാറ്റുക, ഷിയ വിശ്വാസത്തിന്റെ നിയന്ത്രണത്തിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുവരിക. തൊട്ട അയൽപക്കത്തുള്ള UAEക്കോ കുവൈറ്റിനോ ബഹ്റൈനോ ഒന്നും പിടിച്ചു നിൽക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. കുറച്ചെങ്കിലും ശക്തിയുള്ള സൗദിക്കാണ്. പക്ഷെ അമേരിക്ക ദുർബലപ്പെട്ടാൽ, അമേരിക്ക പിന്മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിന് കളമൊരുക്കിയിട്ടാണ് ട്രംപിന്റെ പിന്മാറ്റം. ഇറാൻ ശക്തി പ്രകടനം നടത്തുമ്പോൾ, ഇറാന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ തെരുവിലിറങ്ങുമ്പോൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇറാന്റെ പ്രതിരോധത്തിൽ ആത്മാഭിമാനം കൊണ്ട് തെരുവിലിറങ്ങുമ്പോൾ ലോകം ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ട്രംപ് വരുത്തിവെച്ച വിനയ്ക്ക് ട്രംപ് തന്നെ പരിഹാരമുണ്ടാക്കാൻ നിർദ്ദേശിക്കേണ്ടിയിരിക്കുന്നു.